സ്വപ്ന, ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാ? നീ പ്രേതമാണോ? എന്നെ ക്ഷമിക്ക്, ഞാൻ പ്രേതം തന്നെയാ. ഞാൻ ചെയ്തതൊന്നും നാടകമല്ല, എന്റെ ആവശ്യത്തിനാ. ആവശ്യത്തിനോ? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ആത്മാവിന് എന്നെ കൊണ്ട് എന്താ ആവശ്യം? ചില കാര്യങ്ങൾ പ്രേതങ്ങളെ കൊണ്ടല്ലാതെ മനുഷ്യരെ കൊണ്ടേ സാധിക്കൂ. ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾക്ക് പക തീരുന്നവരെ പുനർജന്മം എന്നൊന്നും കാണില്ല. അതൊക്കെ ശരി, പക്ഷെ നീ എങ്ങനെ മരിച്ചത്? അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് എന്റെ കുടുംബത്തെ പറ്റി പറയണം. അമ്മ, അച്ഛൻ, ഞാന്, അനിയത്തി എല്ലാരും സന്തോഷത്തോടെയാ ജീവിച്ചത്. അമ്മേ, ഒന്ന് പെട്ടെന്ന് വരാവോ? എനിക്ക് വല്ലാതെ വിശക്കുവാണ്. എല്ലാം മേശപ്പുറത്തിരിപ്പിൽ എഴുത്ത് കഴിച്ചുകൂടി നിനക്ക്. എന്റെ ജീവൻ എന്തിനാ എടുക്കുന്നേ? എടി, നീ എന്ത് വെച്ചെന്നാ? ചോറ് വെച്ചിട്ടില്ലല്ലോ, അത് നിന്നെ ഓർമ്മിപ്പിക്കണോ? അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. ദേ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. എന്റെ കൊച്ചുമോള് വന്നിരിക്കുക. എന്തായാലും കൊള്ളാം. ഭാഗ്യം ചോറ് വെച്ചതിന് ശേഷമാ കോളിംഗ് ബില്ല് അടിച്ചേ, ഇല്ലെങ്കിൽ അതും മറന്നുപോയേനെ. പേപ്പർ ബില്ല്. നിക്കണേ. എടാ ചെറുക്ക, ഈ നേരം നോക്കിയാണോ പേപ്പറിന്റെ ബില്ല് കൊണ്ടുവരുന്നേ? കഴിക്കുന്ന കണ്ടില്ലേ? പോയിട്ട് പിന്നെ വാടാ. പോയിട്ട് വരാം. നല്ല കാര്യം, നിന്റെ അനിയത്തി വന്നില്ല, പേപ്പർ കാരനാ വന്നേ, അല്ലെങ്കിൽ അതും പ്രശ്നമായേനെ. എടാ, ആഹാരം കഴിക്കുന്ന കാണത്തില്ലേ? വലിയ മനസ്സാണ് ചേച്ചിക്ക്. എടി മോളെ, നിനക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കല്ലായിരുന്നു, എടുത്ത് കഴിക്കാത്ത എന്താ? പേപ്പറുകാരന് കാശ് കൊടുത്തപ്പോ ബില്ല് തരാതെ നല്ല മനസ്സാണെന്ന് പറഞ്ഞു. അവൻ ആരാ? എന്താ? ആ പൈസ ഭിക്ഷ കൊടുത്തെന്നോ? അതേന്നേ. എടി വിവരം കേട്ടവളെ, ആ പേപ്പറുകാരന് കൊടുക്കാൻ വെച്ച കാശെടുത്ത് കൊടുത്തിട്ട് നീ നിന്ന് അത് വലിയ കാര്യമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? അയാളെ പോയി കണ്ടുപിടിക്കടി. ഇവിടെ എവിടെ ഉണ്ടാവാനാ? അവനിപ്പോ ഓടിക്കളഞ്ഞു കാണും. അതുകൊണ്ട് പോയി കാണുവോ? ഗുരുവായൂരപ്പാ, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു. നോക്കിയിരിക്കാതെ സാമ്പാർ ഒഴിക്കടി. അമ്മേ, പരിപ്പ് കറിയിൽ ഉപ്പില്ല. എന്തോന്നാടി കാണിച്ചു വെച്ചേക്കുന്നേ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പ് ഉപ്പ് ഉപ്പ്. അയ്യോ, പരിപ്പിനകത്ത് ഒഴിക്കേണ്ട ഉപ്പെടുത്ത് ഞാൻ പച്ചടിക്കകത്ത് ഒഴിച്ചു പോയല്ലോ. പരിപ്പും പച്ചടിയും ഒന്നിച്ചൊഴിച്ച് കഴിക്കുന്നേ. രണ്ടും കൂടെ എങ്ങനാടി ഒന്നിച്ച് കഴിക്കുന്നേ? നീ പറഞ്ഞ പോലെ നോക്കിയാ രസം, പായസം, പാല്, സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു തിന്നാലേ എന്റെ വയറേ കുടുകൂടാന്ന് വെറുത്ത് പൊട്ടിച്ചാകില്ലേടി. സാരമില്ല അച്ഛാ, അമ്മ ചുമ്മാ വഴക്ക് പറയാതെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എന്റെ മോളെ, ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നമല്ല. 30 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ സഹിച്ചോണ്ടിരിക്കുന്നേ. എന്റെ കൊച്ചുമോള് തന്നെയാ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചോണ്ടിരിക്കണേ. എന്റെ പൊന്നുമോള്, ഉമ്മ ഉമ്മ. ആളങ്ങ് വളർന്നു പോയല്ലോ മോളെ. കണ്ടിട്ട് ഇതെന്താ അച്ഛാ, ഇപ്പോഴല്ലേ നമ്മൾ അവളെ കണ്ടിട്ട് വന്നേ? ഇതാണോ മാതൃസ്നേഹം? അമ്മയോടുള്ള സ്നേഹം അങ്ങ് ഒഴുകുന്ന കണ്ടില്ലേ മോളെ? എന്റെ മോള് കഴിക്കും. പോയി നോക്ക് മോളെ, ആരാ വന്നേന്ന്. ഇത് ചക്രവാണി സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട്, അകത്തേക്ക് വാ. താങ്ക്സ്. അച്ഛാ, അച്ഛനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. അല്ല മോനെ, നീ ആരാ? എഴുതേക്ക്, മതി മതി. ഞാൻ സാറിന്റെ അനുജത്തി രാജേശ്വരിയുടെ മകനാ. എന്താ, എന്റെ അനിയത്തി രാജേശ്വരിയുടെ മകനോ? അതെ മാമ. നിന്റെ പേരെന്താ മോനെ? പേര് ഗോപി. വാ മോനെ, വാ, ഇരിക്കെ. ഇവിടെ ഇരിക്കെ. രുക്മിണി, എന്റെ അനിയത്തിയുടെ മകൻ ഗോപിയാണ്. നമസ്തേ. ഇത് രമ്യ, എന്റെ ഇളയ മകളാ. അത് സ്വപ്ന, എന്റെ മൂത്ത മോള്. നിങ്ങളുടെ മുറച്ചെറുക്കലായത്. മോനെ, എന്റെ അനിയത്തി രാജേശ്വരിക്ക് സുഖമല്ലേ? അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ക്യാൻസർ വന്ന് മരിച്ചു പോയെന്നോ? അതെ അമ്മാവ. ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തിട്ടാ എന്നെ വളർത്തി ഈ നിലയിലാക്കിയത്. അഥവാ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അമ്മ വാശി പിടിച്ച് അത് തന്നെ ചെയ്യുമായിരുന്നു അമ്മാവ. അവൾ എപ്പോഴും അങ്ങനെയായിരുന്നു, ആര് പറഞ്ഞാലും കേക്കില്ല. അവളുടെ പിടിവാശിയാണ് ഞങ്ങൾ തമ്മിൽ അകലാൻ കാരണം. എന്താ സംഭവിച്ചേ? അന്ന് വീട്ടില് വെങ്കട്ടരാമൻ എന്നൊരു ഡ്രൈവറാ വണ്ടി ഓടിച്ചിരുന്നേ. രാജേശ്വരിയും ഡ്രൈവറും ഒരു ദിവസം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. ആ വെങ്കട്ടരാമൻ എന്നെ ചേട്ടാന്നും രാജേശ്വരി അനിയത്തിന്ന് 100 നാവിലാ വിളിച്ചോണ്ടിരുന്നേ. അങ്ങനെയുള്ള ഒരുത്തൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മക്കളെ. കലി കയറിയ ഞാൻ അവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സൊക്കെ മാറ്റി. ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ലാന്ന് കണ്ട് രാജേശ്വരിയെ തിരക്കി ഞാൻ നാടായ നാട് മുഴുവൻ അലഞ്ഞു നടന്നു. അങ്ങനെ വീട് കണ്ടുപിടിച്ചപ്പോഴാ ഇവന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ച വിവരം അറിയുന്നത്.
ശരി, നടക്കേണ്ടതെല്ലാം നടന്നു, ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലാന്ന് ഓർത്ത് രാജേശ്വരിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് രാജേശ്വരി പണ്ടേ അനുസരിക്കില്ലല്ലോ. എന്റെ ഭർത്താവ് മരിക്കാൻ കാരണം നിങ്ങളാണെന്നും പറഞ്ഞ് അവൾ എന്നെ ശപിച്ചു. അത് കേട്ടെന്റെ മനസ്സ് തകർന്നു പോയി. ഉടനെ വീട്ടിലേക്ക് തിരിച്ചു. അതിനുശേഷം രാജേശ്വരി എവിടെയാണ്, എന്താണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളോടൊക്കെ വന്ന് ക്ഷമ ചോദിക്കണമെന്ന്. ചാവുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസാനം വരെ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു. അതിന് പ്രായച്ചിത്തമായിട്ടാ എന്നെ കൊണ്ട് കഴിയുന്ന കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞു വിട്ടതാ. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വീട്ടിനകത്ത് വന്നവൻ ഒരു ദിവസം രാത്രി ആരാ അത്? ആരാ മാവാ? ആരാന്നറിയില്ല മോനെ. ഈ പാതിരാത്രിക്ക് ആരാണോ ഇത്? അമ്മ നിക്ക്, ഞാൻ നോക്കാം. ഗോപി, ആരാണ് നീയൊക്കെ? ഉള്ള കാശ് സ്വർണ്ണത്തെ വേഗം എടുക്ക്. മോനെ ഗോപി, കുഴപ്പമൊന്നുമില്ലല്ലോ. അവനൊന്നും പറ്റിയില്ല. എന്റെ ജീവൻ നീയെ രക്ഷിച്ച മോനെ. എന്റെ ഗോപി, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല മോനെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനായി മാറി. സാർ, എന്താണ് വേണ്ടത്? പെട്ടെന്ന് 2 കോഫി എടുക്കുക. ശരി സാർ, നിങ്ങൾ നല്ല ചേർച്ചയാണ് സാറേ. താങ്ക് യു. ഹലോ ഹലോ, എവിടെയാ ഉള്ളേ? ഈ ഹോട്ടലിന്റെ പുറത്തുണ്ട്, പുറത്തേക്ക് വാ. ഓ, ഞാനിവിടെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ വരാം. ആരെ സ്വപ്നെ, എന്തു പറ്റി? അതൊന്നുമില്ല, നിങ്ങൾ കോഫി കുടിക്ക്, ഞാൻ അപ്പത്തേക്ക് വന്നേക്കാം. ഓക്കെ. ഹലോ ചേട്ടാ, എവിടെയാ? ഞാനിവിടെ വെളിയിൽ തന്നെ നിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നേക്ക്. ഹലോ, ആരാ ഇത്? എന്റെ പേര് രവി എന്നാ. മറന്നുപോയോ? ഹലോ, നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നില്ലേ, പിന്നെ എന്തിനാ ഫോൺ ചെയ്യുന്നേ? 10,000 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റിയ സൗന്ദര്യമാണോ നിന്റെ? മിനിമം ലക്ഷങ്ങളെങ്കിലും വേണം. ഷട്ടപ്പ്. ലക്ഷങ്ങളോ? നീ എന്നെ ഷട്ടപ്പ് പറഞ്ഞിട്ട് വായടപ്പിക്കാൻ നോക്കുവാണോ? എനിക്കിപ്പോ 1 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. നീ തന്നില്ലെങ്കിൽ നിന്റെ സൗന്ദര്യം നീ നെറ്റി കണ്ടോ? ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ? പണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതം കളയുവോ? നിന്നെയൊക്കെ ഇല്ലേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് പോയാൽ സമ്പാദിക്കാം. ആ വീഡിയോ നിന്റെ അച്ഛനും അമ്മയും കണ്ടാലുള്ള ഗതി ആലോചിച്ചു നോക്ക്.